സങ്കീർത്തകന്റെ ഈ വാക്കുകൾ ഓരോ ജീവന്റെയും പ്രാധാന്യം വരച്ചു കാട്ടുന്നു. ഏവർക്കും നമസ്കാരം. എന്റെ പേര് സാനിയ സിയസ്. എന്റെ പേര് നേഹ തെരേസ്. ഞങ്ങൾ ഇന്നിവിടെ നിങ്ങൾക്ക് മുമ്പിലായിരിക്കുന്നത് ആധുനിക ലോകം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രതിസന്ധിയെ കുറിച്ച് നിങ്ങളെ ഉത്ബോധിപ്പിക്കാനാണ്. അതെ, പിഞ്ചു ജീവനുകളെ ഒന്നുമല്ലാത്തവരെ പോലെ വെട്ടിക്കൊല്ലുന്ന ഒരു സമൂഹത്തെ കുറിച്ച് പറയാനാണ്. 2021 ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം ഏകദേശം 1,25,000 പരം കുഞ്ഞു ജീവനുകൾ ലോകത്തിൽ അരുംകൊല ചെയ്യപ്പെടുന്നുണ്ട്. അബോർഷൻ എന്ന ഓമന പേരിൽ കുഞ്ഞു ജീവനുകൾ ഗർഭഗൃഹത്തിൽ വെച്ച് കണ്ടം തുണ്ടമാക്കപ്പെടുന്നതിന്റെ കണക്കുകൾ ഓരോ നിമിഷവും ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എത്രയെത്ര കുഞ്ഞു ജീവനുകളാണ് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് വാവിട്ട് കരയാൻ പോലും ആകാതെ ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ലോകമേ നീ സാക്ഷിയാവുകയാണെന്ന് ഓർത്തുകൊള്ളുക. പലർക്കും പറയാനുണ്ട്. ജോലി, സ്വാതന്ത്ര്യം, അഭിമാന പ്രശ്നം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. വൈകല്യമാണെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതുന്നവയാണ് മറ്റു ചില സംഭവങ്ങൾ. ഇത്തരം ക്രൂരഹത്യകൾ അവസാനിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ജീവന്റെ തുടിപ്പുകൾ കൊല ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ പറയുന്നുണ്ടാവും, അപ്പാ, അമ്മ, എന്നെ കൊല്ലരുതേ, ഞാൻ ജീവിച്ചോട്ടെ എന്ന്. ആ നിശബ്ദ തേങ്ങലുകൾക്ക് ഒരു വിലയും കൊടുക്കാതെ അവരെ നശിപ്പിച്ചവർക്ക് എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനാവും? ആ ഇല്ലായ്മ ചെയ്യപ്പെട്ട, കുഴിച്ചു മൂടപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ആ കുഞ്ഞു ജീവനുകൾ എന്നെങ്കിലും അവരുടെ മാതാപിതാക്കൾക്കരികിൽ വന്ന് അവരോട് ചോദിക്കും, എന്തിനാണ് ഞങ്ങളെ അന്ന് കൊന്നുകളഞ്ഞതെന്ന്. അന്ന് അവർക്ക് എന്തു മറുപടി നൽകും? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2270-71 ഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നു: മനുഷ്യ ജീവൻ ഗർഭധാരണത്തിന്റെ നിമിഷം മുതൽ ആദരിക്കപ്പെടുകയും നിരുപാധികം സംരക്ഷിക്കപ്പെടുകയും വേണം. അസ്തിത്വത്തിന്റെ ആദ്യ നിമിഷം മുതൽ മനുഷ്യജീവി ഒരു വ്യക്തിയുടെ അവകാശങ്ങളുള്ളവനായി അംഗീകരിക്കപ്പെടണം. നിരപരാധിയായ ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അലംഘനീയമായ അവകാശവും ഇതിൽ പെടുന്നു. അതിനാൽ മനഃപൂർവ്വമായി ചെയ്യുന്ന ഗർഭചിത്രം ധാർമ്മികമായ ഒരു തിന്മയാണെന്ന് സഭ 1-ാം നൂറ്റാണ്ട് മുതൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഓർക്കുക, ഗർഭചിത്രം എന്നാൽ കൊലപാതകം തന്നെയാണ്. ഉദരത്തിൽ വെച്ചാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉൽപ്പത്തി 1:27, പുറപ്പാട് 20:13, സങ്കീർത്തനങ്ങൾ 139:16, ജെറേമിയ 1:4. ഈ തിരുവചനങ്ങളിലൂടെ എല്ലാം ജീവന്റെ മഹത്വത്തെ കുറിച്ച് ബൈബിൾ നമുക്ക് എന്ത് പറഞ്ഞു തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഭ്രൂണഹത്യയെ എതിർക്കാൻ ആരും ഇന്നേ വരെ പരിശ്രമിച്ചിട്ടില്ലേ? ഉണ്ട്. ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾക്കായി പ്രോ ലൈഫ് സംഘടന എല്ലാ വർഷവും ഓഗസ്റ്റ് 10-ന് മാർച്ച് ഫോർ ലൈഫ് എന്ന പേരിൽ പ്രതിഷേധ ജാഥ സംഘടിപ്പിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളുടെ അവകാശങ്ങൾക്കായി സ്വരമുയർത്തുന്നതിനും ഗർഭചിത്രത്തിനെതിരെ അവബോധം വളർത്തുന്നതിനും കാരിസ് ഇന്ത്യ മാർച്ച് ഫോർ ലൈഫ് എന്ന പ്രോഗ്രാം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിനാൽ ഇവരെ കൊലയ്ക്ക് കൊടുക്കുന്നവരും കൊലയ്ക്കായി കൂട്ടുനിൽക്കുന്നവരും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഇത് ഭയാനകമായ ഒരു തിന്മയാണ്. ഏറ്റവും സുരക്ഷിതമായ അമ്മയുടെ ഗർഭപാത്രം പോലും കൊലക്കളമാകുമ്പോൾ ദൈവിക പദ്ധതികൾ വിഫലമാകുന്നു. അതിനാൽ ഈ കൊടും തിന്മയ്ക്കെതിരെ സ്വരമുയർത്താം, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാം, ജീവന്റെ വക്താക്കളാകാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. Say no to abortion. Avoid abortion and save every single life.